Good morning, students. Here I am going to construct some angles. The first one is 60 degree. For that, first you draw the base AB is a line segment of length of 5 centimeter. Then from A, if you want to construct the angle from A, then cut an arc of any measurement. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദാറ്റ് ആർക്ക് ടച്ചസ് ദ ഗിവൺ ലൈൻ അറ്റ് ദ പോയിന്റ് എക്സ്. ദെൻ taking this x as the center, cut the same arc length. Therefore, that first cutting gives 60 degree. മനസ്സിലായോ? ആ ഫസ്റ്റ് കട്ടിങ് 60 ഡിഗ്രി ആകും. ഓക്കെ, ഇനി എങ്ങനെയാണ് 120 വരയ്ക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് കട്ടിങ് ഒറ്റ ആർക്ക് വരച്ചാൽ ഫസ്റ്റ് കട്ടിങ് 120. ദെൻ ഹൗ ടു കൺസ്ട്രക്ട് 120 ഡിഗ്രി? 120 means again the same procedure. Draw the line segment, cut an arc of any measurement. What is the first cutting? First cutting is 60. Then the second cutting, not change the radius, second cutting gives the angle 120. Is it clear? 120. Then how to construct 90 degree? 90 degree the same way. First you draw the base that is given AB. Then using the compass, same procedure, cut an arc. കണ്ടോ? ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈക്ക് പറ്റുന്ന ഒരു റേഡിയസ് എടുക്കുക. ഫ്രം ദിസ് എക്സ് ആ സെൻറ്റർ, ഇതങ്ങ് എക്സ് എന്നോ പി എന്നോ കൊടുക്കുക. എക്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് സേ ഫസ്റ്റ് കട്ടിങ് എത്ര? ദ ഫസ്റ്റ് കട്ടിങ് ഈസ് 60. ദെൻ ദ സെക്കൻഡ് കട്ടിങ് ഈസ് 120. അപ്പോൾ ഇത് 60, ഇത് 120. ഇനി ഞാൻ കേട്ടെ, ഈ 60യിൽ നിന്ന് ദ സെയിം ആർക്ക് എബവ് വരയ്ക്കണം. കണ്ടോ? ദെൻ 120 എന്ന് വരയ്ക്കണം. ദാറ്റ് മീൻസ് 60, 120 ബൈസെക്ഷൻ ഈസ് 90 ഡിഗ്രി. ഒന്ന് വരച്ചിട്ട് മെഷർ ചെയ്ത് നോക്കിയേ. കറക്റ്റ് 90 ഡിഗ്രി. Okay, now one more thing is how to construct the perpendicular bisector. ഒന്ന് നോക്കിക്കോണേ. ഫസ്റ്റ് draw a line segment of length, ഞാനിവിടെ 6 centimeter എടുത്തു. Then how to construct the perpendicular bisector? Look here. From A, take more than half the radius. ഈ വരച്ചതിനെ കാട്ടി ഇച്ചിരി കൂടെ വലിയ റേഡിയസ് എടുക്കണം. കണ്ടോ? നിങ്ങൾക്കത് അറിയാൻ പറ്റും. ദെൻ ഫ്രം എ കട്ട് ആൻ ആർക്ക് എബവ് ആൻഡ് ബിലോ. എവിടെയൊക്കെ വരയ്ക്കണം? മുകളിലോട്ടും വരയ്ക്കണം, താഴോട്ടും വരയ്ക്കണം. ഓക്കെ, ദെൻ ഫ്രം ബി ഓൾസോ കട്ട് ആർക്ക് എബവ് ആൻഡ് ബിലോ. Then you can join that 2 points. That will gives you the perpendicular bisector. കണ്ട ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഓക്കെ ആയോ? നോക്കി, നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു റഫ് ഫിഗർ വരച്ചിട്ട് ഏതൊക്കെ മെഷർമെൻറ്റ്സ് ആണ് തന്നേക്കുന്നത് നോക്കണം. ഇവിടെ ഞാൻ വരച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ചാൻസ് ഉണ്ട്. കണ്ടോ? എ ബി ബി സി എ സി എടുക്കുമ്പോൾ ട്രയാങ്കിള്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എ ബി വരച്ചു 6.5. ഞാനിവിടെ എയിൽ നിന്ന് ഓൾറെഡി ഒരു 7 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് കട്ട് ചെയ്തു. ഇനിയും വേണ്ടത് ബി സി 6. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബി സി എന്തോ എടുത്തു കുഞ്ഞുങ്ങളെ? 6 ബിയിൽ നിന്നെടുത്തിട്ട് ഞാൻ കണ്ടോ പെട്ടെന്ന് ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അത് ട്രയാങ്കിൾ വരച്ചില്ലേലും കുഴപ്പമില്ല, ആ ആർക്ക് അവിടെ കിട്ടിയാൽ മതി. കാണാമോ?
കണ്ടോ, ഞാൻ ആ ട്രയാങ്കിൾ വരച്ചു. ഇനി നിങ്ങൾ നോക്കിക്കേ, സിയിൽ നിന്ന് 5 സെൻറ്റിമീറ്ററും എയിൽ നിന്ന് 5.5 വരയ്ക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് എയിൽ നിന്ന് 5.5 എടുക്കാൻ പോവുകയാണ്. എയിൽ നിന്ന് ഞാൻ എത്ര എടുക്കണമെന്ന് പറഞ്ഞേ മോനെ? എയിൽ നിന്ന് 5.5 ഞാൻ എടുത്തു. കണ്ടോ, അപ്പോൾ എനിക്ക് എയിൽ നിന്നുള്ള എ ഡി സൈഡ് കിട്ടി. പക്ഷേ ഇൻ്റർസെക്ഷൻ വേണമല്ലോ. അപ്പോൾ സി ഡിയിൽ നിന്ന് ഞാൻ 5 കട്ട് ചെയ്യാൻ പോവുകയാണ്. സി ഡിയിൽ നിന്ന് എത്ര കട്ട് ചെയ്യണം? 5 കട്ട് ചെയ്യണം. പെട്ടെന്ന് എടുക്കണം, പരീക്ഷയ്ക്കൊക്കെ സമയമില്ല. 5 കട്ട് ചെയ്ത് കണ്ടില്ലേ? ദെയർഫോർ അപ്പോൾ 2 പോയിൻ്റ് കിട്ടി. എയിൽ നിന്ന് എത്ര ആയിരുന്നു? 5.5. കണ്ടോ, ഇതിൽ നിന്ന് എത്ര കിട്ടിയത്? 5. അപ്പം നിങ്ങൾക്ക് കിട്ടി എ ബി സി ഡി. മെഷർമെൻറ്റ് എഴുതണം. 6.5, 6, 7, 5.5, 5. കൺസ്ട്രക്ഷൻ ഓഫ് എ ബി സി ഡി ഈസി ആയില്ലേ? നോക്കിയേ, സെക്കൻഡ് പ്രോബ്ലം ഒന്ന് വായിച്ചോ. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ വിത്ത് 3 sides ആൻഡ് 2 angles ഗിവൺ. ആക്ച്വലി 2 കോൺസിക്യൂട്ടീവ് ആംഗിൾസ്. അപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് ബിയും സിയും ആണ് ബേസ് തന്നേക്കുന്നത്. അപ്പം ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ? ബി സിയെ ബേസ് ആക്കിക്കൊണ്ട് റഫ് ഫിഗറിനകത്തെല്ലാം എഴുതി. അപ്പം നോക്കിക്കേ, ബി സി 5.5 എന്ന് മനസ്സിലായി. ഞാൻ ബി സി വരച്ചു. ബിയിൽ നിന്ന് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കട്ട് ആൻ ആർക്ക് ഫ്രം ബി, ദ ഫസ്റ്റ് കട്ടിങ് ഗീവ് 60. ഞാൻ നീട്ടി അങ്ങ് വരച്ചിട്ടു. ദെൻ നെക്സ്റ്റ് ഈ സിയിൽ നിന്ന് 90 ഡിഗ്രിയാണ്. പറഞ്ഞോ, 90 ഡിഗ്രി ഒന്നുകൂടെ ഓർക്കുന്നോന്ന്? യെസ്, ഫ്രം സി കട്ട് ആൻ ആർക്ക്. ആർക്ക് വരച്ചു. ഫസ്റ്റ് 60 കിട്ടി, സെക്കൻഡ് 120 കിട്ടി. 60 + 120 180. അതിൻ്റെ ബൈസെക്ഷനാണ് 90. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വന്നു 120 എന്ന് വരച്ചു. കണ്ടോ? നൗ യു വിൽ ഗെറ്റ് ഇറ്റ്സ് ആംഗിൾ. ഏത് ആംഗിളാ? 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, 90 ഡിഗ്രി വന്നു. ഇനി എന്ത് ചെയ്താൽ മതിയെന്ന് എല്ലാവരും എൻ്റെ ബോർഡിൽ നോക്കിയേ. സിയിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണം. സിയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, സിയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ ഞാൻ വരച്ചങ്ങിട്ടൊന്നും ചെയ്യണ്ട. ഇനിയും ബിയിൽ നിന്ന് എത്ര നോക്കിക്കേ? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ പെട്ടെന്ന് ബിയിൽ നിന്ന് ഞാനൊരു 5 എടുക്കുന്നു. ഓക്കെ, കണ്ട, എൻ്റെ മക്കൾ ഉപയോഗിച്ച കോമ്പസാണ്. വർഷങ്ങൾ കുറേ പോയില്ലേ, അപ്പോൾ അതിനും പ്രായമായി എൻ്റെ കൂട്ട്. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ബി സി വരുമ്പോൾ ഇവിടെ വേണം ഡി കിട്ടാൻ, ഇവിടെ വേണം എ കിട്ടാൻ. ഞാൻ ജോയിൻ ചെയ്ത് വന്നപ്പോൾ കണ്ടോ, എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് 4 sides and 1 angle given. 4 സൈഡ്സും തന്നിട്ടുണ്ട്, ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ റഫ് ഫിഗർ വരച്ചു. പി ആണ് മിഡിൽ ആംഗിൾ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി പി ആണ് വരയ്ക്കേണ്ടത്. എസ് പി ക്യൂവിൽ മിഡിൽ ആംഗിളാണ് എപ്പോഴും വരയ്ക്കേണ്ടത്. അപ്പോൾ പി ആണ് 60 ഡിഗ്രി എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പി ക്യൂ ബേസ് ആക്കിയിട്ട് പറഞ്ഞോ, ആരാ കുറച്ച് പറയുന്നേ? ഫ്രം പി കട്ടാൻ, ഇച്ചിരൂടെ ചെറുത് വരയ്ക്കും, കട്ടാൻ ആർക്ക്, ദ ഫസ്റ്റ് കട്ടിങ് ഗീവ്സ്, പറഞ്ഞ മോനെ 60 ഡിഗ്രി അല്ലേ? എൻ്റെ കൂടെ പഠിച്ചോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും രാവിലെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുക. നോക്കിക്കോ, എന്തായി? എല്ലാ ക്ലാസ്സിലും ഇത് വേണം, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ എനിക്ക് 60 ഡിഗ്രി ആയെന്ന് മനസ്സിലായി, ഇത് 5 ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പി ക്യൂ ഇവിടെ എവിടെയോ ആണ് ആറ് വരേണ്ടത്, ഇവിടെ എവിടെയോ ആണ് എസ് വരേണ്ടത്. പി ക്യൂ ആർ എസ് ഓർഡറിലേ വരത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ എനിക്ക് പി എസ് ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്ന മോനെ. പി എസ് ഉണ്ടോ? യെസ്, പി എസ് ഈസ് 6.5. പി എസ് 6.5ഉം 6.2 ഒക്കെ സ്കെയിലിൽ എടുക്കാൻ പഠിച്ചോണം. ഞാൻ 6.5 എടുത്തുകൊണ്ട് വരട്ടെ.
ഓക്കെ, എനിക്ക് ഇതിനകത്ത് 6.5 കണ്ടോ, ഇതിന് മുകളിൽ കയറിപ്പോയി 6.5. അപ്പം ഞാൻ എന്തോ ചെയ്താൽ മതി, അത് ഇച്ചിരി കൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ ആയോ? അപ്പം ഞാൻ എസ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ നോക്കേണ്ടത് QR ഉണ്ടോ നോക്കണം. ഇവിടോട്ട് നോക്കിയാൽ ഇതൊക്കെ ചെയ്യുന്ന QR ഉണ്ട്. QR 5.5. ഉടനെ ഞാൻ സ്കെയിലും കോമ്പസും എടുത്ത് 5.5 കട്ട് ചെയ്യാൻ പോവാം. യെസ്, എനിക്ക് 5.5 എവിടുന്ന് കിട്ടി? ക്യൂവിൽ നിന്ന് ഞാൻ 5.5ൻ്റെ ഒരു ആർക്കേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് വേണ്ടത് RS ഉണ്ടോ എന്ന് നോക്കുക. RS വരയ്ക്കണമെങ്കിൽ എസ്സിൽ നിന്ന് വേണം 6 എടുക്കാൻ. എസ്സിൽ നിന്ന് ഞാൻ 6 എടുക്കണം. ഓക്കെ, എനിക്ക് കിട്ടി. എസ്സിൽ നിന്ന് എന്താ മോനെ 6, പക്ഷെ ഇങ്ങ് വന്ന് കണ്ടോ. ഓക്കെ, നോ പ്രോബ്ലം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ R ഉം എസ്സും കൂടെ ജോയിൻ ചെയ്യണം. യു വിൽ ജോയിൻ R ആൻഡ് S. കണ്ടോ? ഇനി പറഞ്ഞു വേണ്ട, മറ്റ് ചാർട്ടുകൾ പഠിപ്പിക്കുന്ന പോലെയല്ല, കൺസ്ട്രക്ഷൻ വരയ്ക്കാൻ സമയമെടുക്കും. PQRS is the required quadrilateral. Is it okay? Very good. Next one is construction of a square of side 5 centimeter. You know that square means all sides are equal and all the angles are 90 degree. അപ്പോൾ മിസ് എന്തോ ചെയ്തു? AB 5 centimeter മിസ് വരച്ചു. 5 centimeter. Then from both ends construct 90 degree. നിങ്ങൾക്കറിയാം 90 degree എങ്ങനെയാണ് വരയ്ക്കുന്നത്? Cut an arc. The first cutting 60, second cutting 120, 60, 120 bisection is 90. From both ends എന്ത് ചെയ്യണം? 90 degree വരയ്ക്കണം. Then here this is a square of side 5 centimeter. അപ്പോൾ ഇത്ര ഇങ്ങനെ ചെയ്താൽ മതി. ഈ ABയുടെ സെയിം ലെങ്ത് ഈ മുകളിലോട്ട് കണ്ട, ഇവിടുന്ന് മുകളിലോട്ട്. Then using the scale ആ കട്ട് ചെയ്ത പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. Now you will get A ഇവിടാണ് BCD. ABCD is the required square. Then next construct a rectangle ABCD. AB 6, BC 5. Rectangle means length not equal to breadth. ഇവിടെയും rectangle means angle is 90 degree. അപ്പം മിസ് എന്തോ ചെയ്തു? AB 6 centimeter വരച്ചു. വരയ്ക്കാനുള്ള എളുപ്പത്തിന് പെട്ടെന്ന് ഞാൻ ഫ്രം A construct 90 degree, ഫ്രം B also construct 90 degree. അല്ലേ? 90 ഒക്കെ പഠിപ്പിച്ച ക്ലാസ് ആ ഫസ്റ്റ് പ്രോബ്ലം അതായിരുന്നു. Now this BC is 5 centimeter. ഇനി ഏതാണ് BC വരുന്നത്? ഇവിടെയാണ്. Then using the scale ഇപ്പം നമ്മൾ എന്തോ എടുക്കണം ഉടനെ? 5 centimeter. Okay. Then from B cut an arc 5 centimeter. എയിൽ നിന്നും എന്ത് കട്ട് ചെയ്യണം? 5 centimeter. Therefore this is the required പറഞ്ഞോ, required rectangle ABCD. Understand? CD. Okay ആയോ? Here 5 ആണെങ്കിൽ opposite sides of a rectangle are equal. Then you know that one more figure to construct a pie chart. Pie chart or pie diagram. മിസ് പെട്ടെന്ന് പറഞ്ഞു തരാം. Here ഹോബി, ചില കുഞ്ഞുങ്ങൾക്കുള്ള ഹോബി, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കമ്പ്യൂട്ടർ കളിക്കാൻ 180 സ്റ്റുഡൻസ്, പെയിൻറ്റിങ്ങിന് 150, പോട്രി 27, പേപ്പർ കട്ടിങ് ചെയ്യാൻ 75, ഗ്ലാസ് വർക്ക് 108. ഞാൻ ഉടനെ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആഡ് ചെയ്ത് എഴുതിയപ്പം ഐ ഗോട്ട് 540. എന്ത് ചെയ്യണം? ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഉടനെ ആഡ് ചെയ്യണം. ദെൻ വി നീഡ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ മീൻസ് ഈ 180 ഉണ്ടല്ലോ, 180 ബൈ ടോട്ടൽ ഇൻറ്റു 360. കാര്യം എന്താ?
ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഈ മൊത്തം ആംഗിളോട് എപ്പോഴും 360. Therefore, the first 180 by 540 into 360, 150 by 540 into 360, 27 by 540 into 360, 75 by 540 into 360, 108 by 540 into 360. ചെയ്തെടുത്തപ്പോൾ മിസ്സിന് എന്ത് കിട്ടി? 120, 100, 18, 50, 72. Next this is a pie chart. Understand? Therefore, first you draw a circle of any radius. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസിൽ ഒരു സർക്കിൾ അങ്ങ് വരച്ചു. കണ്ടോ മിസ്? ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കും. Then you will draw one. ഒത്തിരി റേഡിയസ് വരയ്ക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു റേഡിയസ് മിസ് അങ്ങ് വരച്ചു, ഒരു ബേസിക് റേഡിയസ്. ഇതിലോട്ട് യു പുട്ട് ദ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? സെൻട്രലും ഈ വരച്ച 120 ഡിഗ്രി ലൈനും കൂടെ കോയിൻസൈഡ് ചെയ്തിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ലൈനേലുള്ള 0 സ്റ്റാർട്ട് ചെയ്യണം. 0 ഉണ്ട്, 180 ഉണ്ട്. 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങി വരുമ്പോൾ യു വിൽ ഗെറ്റ് 120. കണ്ടോ? 120യുടെ അവിടെ ഒരു ഡോട്ട് ഇട്ടു. അത് മാറ്റി എന്നിട്ട് അവിടെ ഒരു റേഡിയസ് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടർ 120 ആംഗിൾ കിട്ടും. നൗ ഇതിങ്ങനെ ചിലപ്പോൾ ഒന്ന് പേപ്പർ ഒന്ന് കറക്കി കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് സെയിം പ്രൊസീജിയർ, പ്രൊട്രാക്ടർ വയ്ക്കുക. ദെൻ ഫ്രം 0 കൗണ്ട് 100 ഡിഗ്രി. കണ്ടോ? 100. അടുത്തത് അവിടുന്ന് കറക്കി ഓരോ ആംഗിളും വരച്ച് കഴിയുമ്പം യു വിൽ ഗെറ്റ് ദ ലാസ്റ്റ് വൺ. അവിടെ വരയ്ക്കേണ്ട വരത്തില്ല. പേപ്പർ കട്ടിങ് കഴിഞ്ഞുള്ള റിമൈനിങ് പോർഷൻ ഈസ് ഗ്ലാസ് വർക്ക്. ഓരോ ആംഗിളും എഴുതുക, എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് പൈ ചാർട്ട് or circle graph. Okay, study well. God bless you.